ഹലോ ഡോക്ടറിലേക്ക് വീണ്ടും സ്വാഗതം. ഇപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത് മലപ്പുറം മഞ്ചേരിയിൽ നിന്നുള്ള ഡോക്ടർ അനീസ് റഹ്മാനാണ്. അദ്ദേഹം ഗവൺമെന്റ് മെഡിക്കൽ ഓഫീസർ യുനാനി NRHM വർക്ക് ചെയ്യുന്ന വ്യക്തിയാണ്. ഇന്ന് സന്ധിരോഗങ്ങളും യുനാനി ചികിത്സയും എന്ന വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. സോ നമ്മൾ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ജോയിന്റ് പെയിൻസ് പറഞ്ഞു കഴിഞ്ഞു. ഇനി ഓരോന്ന് വീതം എടുക്കാം. ഇതിനകത്ത് ഏത് രീതിയിലാണ് യുനാനി ചികിത്സ അപ്ലിക്കബിൾ ആയിട്ട് ഉള്ളത് എന്ന് നോക്കാം. അപ്പം സാർ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ആർത്രൈറ്റിസ് പോലെയുള്ള ഡിസീസ് ആണെന്നുണ്ടെങ്കിൽ, ആർത്രൈറ്റിസ് എന്ന് പറയുമ്പോൾ വളരെ കോമൺ ആയിട്ടാണ് കാണുന്ന ഒരു സന്ധിവേദനയാണ്. അപ്പം ഇത്തരത്തിലുള്ള സന്ധിവേദനയ്ക്ക് ഏതെല്ലാം ചികിത്സാ സമ്പ്രദായമാണ് യുനാനിയിൽ പ്രത്യേകിച്ച് ചെയ്യുന്നത്? ആർത്രൈറ്റിസ് എന്ന് പറയുന്ന ഈ ഒരു അസുഖം വളരെ കോമൺ ആണ്, നേരത്തെ പറഞ്ഞതുപോലെ. പക്ഷെ അതിനകത്ത് വൈദ്യശാസ്ത്രത്തെ കുറ്റപ്പെടുത്തുകയല്ല, ധാരാളം കേസുകൾ ആർത്രൈറ്റിസ് ആവണമെന്നില്ല. ഇന്ന് വളരെ വ്യാപകമായി എല്ലാ ആളുകളെയും ആർത്രൈറ്റിസ് എന്നുള്ള ഒരു പാറ്റേണിന്റെ അണ്ടറിൽ മുദ്ര കുത്തിയിരിക്കുകയാണ്. മുട്ടുവേദന അല്ലെങ്കിൽ കൈവേദന ആയിട്ട് വരുന്ന സമയത്ത് ആർത്രൈറ്റിസ് ആണെന്ന് ആദ്യമേ ഒരു വിധി കൊടുക്കുന്ന ഒരു രീതിയാണ് ഇന്ന് കൂടുതലായി കണ്ടുവരുന്നത്, എല്ലായിടത്തും അല്ല. അപ്പോ സാധാരണഗതിയിൽ ആർത്രൈറ്റിസ് രണ്ട് വിഭാഗമുണ്ട്. ഓസ്റ്റിയോ ആർത്രൈറ്റിസും റുമറ്റോയ്ഡ് ആർത്രൈറ്റിസും ഉണ്ട്. ഈ രണ്ട് വിഭാഗം, റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് വളരെ അപൂർവങ്ങളാണ് ഇന്ന് കാണാറുള്ളത്. റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിന്റെ കൂടെ സ്ഥിരമായി ശരീരത്തിൽ നിൽക്കാതെ പനി ഉണ്ടാവും. അതുപോലെ തന്നെ വേദനയുള്ള ഭാഗം മുട്ടാവാം, ജോയിന്റുകളിൽ, വ്യത്യസ്ത ജോയിന്റുകളിലൊക്കെ റെഡ്നെസ്സും അതുപോലെ തന്നെ ചൂടും അനുഭവപ്പെടാറുണ്ട്. ആ അവസ്ഥയിൽ ESRും അതുപോലെ RA ഫാക്ടറും ഇതൊക്കെ പോസിറ്റീവ് ആവണം. ഇങ്ങനെയുള്ള എല്ലാ ഘടകങ്ങളും പോസിറ്റീവ് ആയെങ്കിൽ മാത്രമേ അത് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിൽ പെടുത്താവൂ, അല്ലെങ്കിൽ വാദം എന്ന് നമ്മൾ സാധാരണ വിളിക്കുന്ന. സാധാരണ ഇൻവെസ്റ്റിഗേഷൻ സാർ ഇപ്പം RA ഉള്ള പേഷ്യന്റിനുള്ള ഇൻവെസ്റ്റിഗേഷൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പം ഈ ഇൻവെസ്റ്റിഗേഷന് ശേഷം ഒരു യുനാനി പ്രാക്ടീഷണർ എന്നുള്ള നിലയ്ക്ക് ഇത്തരം ഒരു പേഷ്യന്റിനെ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്? നമ്മൾ മാനേജ് ചെയ്യല് പ്രധാനമായിട്ടും കോൾ ഉണ്ട്, കഴിഞ്ഞിട്ട് കണ്ടിന്യൂ ചെയ്യാം. നമസ്കാരം, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. സാർ മാഡം എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഞാൻ ബാംഗ്ലൂരിൽ നിന്നാണ് വിളിക്കുന്നത്. ഡോക്ടർ അനീസ് നമ്മുടെ കൂടെ, സംശയം ചോദിച്ചോളൂ. ഹലോ പറയൂ സാർ, ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വിളിക്കുക. റഹിയാനത്ത് ബീവിയാണ് വിളിക്കുന്നത്. പറഞ്ഞോളൂ. ഞാനൊരു കാലിന്റെ മുട്ടിന് വേദനയായിട്ട് ഒരു 6 മാസം കൊണ്ട് വളരെയേറെ വിഷമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പേഷ്യന്റാ. അതിനു മുമ്പായിട്ട് എന്റെ കാലിന് വെരിക്കോസ് വെയിനിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു. വെരിക്കോസ് വെയിൻ. അത് ഞാന് കഴിഞ്ഞ ഒരു വർഷത്തിന് മുമ്പ് ബാംഗ്ലൂർ വൊക്കാട് ഹോസ്പിറ്റലിൽ അത് വെരിക്കോസ് വെയിനിന്റെ ഓപ്പറേഷൻ ഒക്കെ നടത്തി സക്സസ് ആയിരുന്നു. അതിനുശേഷം എന്റെ കാലിന്റെ മുട്ടിന് പതുക്കെ വേദന തുടങ്ങി. കാലിന് നേരത്തെ നീരൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കുറെയൊക്കെ മാറി. കാലിന്റെ താഴത്തെ ഭാഗത്ത്, ഒരു കാലിന്റെ താഴത്തെ ഭാഗത്ത് ബ്ലാക്ക് കളറൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ബാൻഡേജ് ഒക്കെ ഇട്ട് കുറെ കളറൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് എന്റെ കാലിന്റെ മുട്ടിന് വേദന വന്നിട്ട് ഇപ്പം ഭയങ്കര സഹിക്കാൻ പാടില്ലാത്ത വേദന. രണ്ട് മുട്ടിനുണ്ടോ വേദന? ഒരു മുട്ടിന് തുടങ്ങി, ഇപ്പൊ 2 മുട്ടിനും ഉണ്ട്. 2 മുട്ടിനും നീർക്കെട്ടും ഉണ്ട്. നീർക്കെട്ട് പുറമേ ഒന്നും കാണാനില്ല. കുറച്ച് നടക്കുകയൊക്കെ ചെയ്യുന്ന ഉടനെ ഇങ്ങനെ വേദന കൂടും. രാത്രി സമയങ്ങളിൽ ഭയങ്കര വേദനയാ. ഒരു നേരം വെളുക്കുന്ന ഒരു 3 മണി സമയമൊക്കെ ആകുമ്പോഴത്തേക്കാണ് അല്പം വേദനയ്ക്ക് ഒരു ആശ്വാസം വന്ന് ഉറങ്ങുന്നത്. അത് ഇപ്പൊ ഞാൻ ഇവിടെ തന്നെ ഈ മണിപ്പാൽ ഹോസ്പിറ്റലിൽ ഞാനൊന്ന് കൊണ്ടുവന്ന ഒരു ഓർത്തോയെ കാണിച്ചപ്പോഴ് മുട്ടിന് എല്ലിന് അകൽച്ചയുണ്ട്. അതിങ്ങനെ ഒരു ഓപ്പറേഷനിലൂടെ അത് ശരിയാക്കാം, അല്ല ശരിയാവത്തില്ല, പെയിൻ കില്ലർ ഒന്നും കഴിക്കണ്ട എന്നൊക്കെ പറഞ്ഞു. നീ റീപ്ലേസ് എന്ന് പറഞ്ഞു. അതെ, നീ റീപ്ലേസ്മെന്റ് തെറാപ്പി. നീ റീപ്ലേസ്മെന്റ് തെറാപ്പി എന്ന് പറയുന്നത് വളരെ ഫൈനൽ സ്റ്റേജിൽ ചെയ്യേണ്ട, അല്ലെങ്കിൽ അത്രയും അങ്ങേ അവസ്ഥയിൽ എത്തിയാൽ മാത്രം ചെയ്യേണ്ട ഒരു ടെക്നിക്കാണ്. അതല്ലാതെ തന്നെ ഇപ്പം നിങ്ങളുടെ കാല് നിങ്ങൾക്ക് മടക്കാൻ കഴിയുന്നുണ്ടോ? മടക്കാനും നോക്കാനും നടക്കാനും എല്ലാം കഴിയുന്നുണ്ട്. എന്നിട്ടും വേദന. ഞാൻ കഴിഞ്ഞ ദിവസമാണ് ഡോക്ടറെ കാണാൻ പോയത്. അവിടുത്തെ RD ചക്രവർത്തി എന്ന് പറയുന്ന ഒരു മേജർ ഡോക്ടറെയാണ് കണ്ടത്. ഡോക്ടർ എന്നെ കടത്തിയിട്ട് കാല് മടക്കുകയും നോക്കുകയൊക്കെ ചെയ്തു. പക്ഷെ എനിക്ക് അതിലൊന്നിലും ഇപ്പോഴും ഒരു പ്രശ്നമില്ല. പക്ഷെ കുറെ നേരം നടന്നു കഴിഞ്ഞിട്ട് കാലിന്റെ മുട്ടിന്റെ ഒരു സൈഡിലൂടെയുള്ള ഒരു ബോണിന് താഴോട്ട് നല്ല വേദന തോന്നിക്കുന്നുണ്ട്. തരിപ്പുണ്ടോ കാലിലേക്ക്? മൊത്തമായിട്ട് തരിപ്പൊന്നും വലുതായിട്ടില്ല. ഇല്ല. അപ്പൊ അത് ഈ ഓപ്പറേഷൻ ഇല്ലാതെ എനിക്ക് എന്തെങ്കിലും ചികിത്സ ചെയ്ത് ഭേദപ്പെടുത്താൻ പറ്റുമോ? തീർച്ചയായും. യുനാനി ചികിത്സാ രീതി അനുസരിച്ച് നല്ല ഭേദപ്പെട്ട ചികിത്സകൾ അവൈലബിൾ ആണ്. നല്ല ഒരു യുനാനി ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അതിന്റെ ചികിത്സ അവൈലബിൾ ആകും. പിന്നെ ഈ പറഞ്ഞ സാഹചര്യങ്ങൾ കേട്ടിട്ട് തടിയുള്ള ആളാണോ നിങ്ങള്? ഞാൻ ടീച്ചറായിരുന്നു. ഞാൻ റിട്ടയർ ചെയ്തിട്ട് 2 വർഷം ആകുന്നു. തടി കൂടുതലുണ്ടോ? ഇപ്പം നേരത്തെ കുറച്ച് തടിയുണ്ട്. എനിക്ക് 72 kg ഉണ്ട്. 72.
പ്രശ്നമില്ല. സാധാരണഗതിയിൽ കാല് മടക്കലും നീർത്തലൊക്കെ കഴിയുന്നുണ്ടെങ്കിൽ എന്നിട്ടും മുട്ടിന് വേദന ഉണ്ട് എന്ന് പറയുമ്പോൾ സാധാരണയായിട്ട് അതൊരു ഇൻഫ്ലമേഷൻ, ജോയിന്റ് ഇൻഫ്ലമേഷൻ തന്നെ ആയിരിക്കും. അതിന് ചെറിയ മരുന്നുകൾ കഴിച്ചാൽ തന്നെ, കുറച്ചു കാലം കഴിച്ചാൽ തന്നെ അതിന്റെ പെയിന്, വേദന സംഹാരികളല്ല ഉദ്ദേശിക്കുന്നത്, വേദന സംഹാരികൾ കഴിച്ച് വേദന മാറ്റുക എന്നല്ല ഉദ്ദേശിക്കുന്നത്, മറിച്ച് യുനാനി ചികിത്സയിലെ മരുന്നുകൾ കഴിച്ച് തന്നെ നിങ്ങൾക്ക് നല്ല ആശ്വാസം ലഭിക്കാവുന്നതാണ്. അതിനുണ്ട് ധാരാളം ഡോക്ടർമാർ തന്നെ ഉണ്ട് കേരളത്തിലും, വ്യത്യസ്ത ഡോക്ടർമാർ തന്നെ ഉണ്ട്. ഏതെങ്കിലും യുനാനി ഹോസ്പിറ്റലുകൾ, ആശുപത്രികളിൽ തന്നെ പോയിട്ട് നിങ്ങൾക്ക് ഡോക്ടറെ കാണാം. കേരളത്തിലാണ് കൂടുതൽ സമയവും താമസിക്കുന്നത്. ഇപ്പൊ ഞാൻ ഈ ചികിത്സയ്ക്ക് വേണ്ടി ഡോക്ടറെ കാണാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇവിടെ വന്നത്. അപ്പൊ ഞാൻ തിരിച്ചുടനെ തന്നെ കേരളത്തിലേക്ക് പോകാൻ, എനിക്ക് കേരളത്തിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു ഡോക്ടറുടെ ഏതെങ്കിലും ചികിത്സയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. തീർച്ചയായും മാഡത്തിന് കേരളത്തിൽ യുനാനി ഡോക്ടേഴ്സ് അവൈലബിൾ ആണ്. നല്ലൊരു യുനാനി ഡോക്ടറെ കണ്ട് ചികിത്സ വേണ്ട വിധം തേടുക. വിളിച്ചതിന് നന്ദി. സംശയം മാറിക്കാണും.